നിങ്ങൾ ഈ ബബിൾ ടീ എന്ന് കേട്ടല്ലേ, അതുപോലെ തന്നെ നമുക്ക് ബബിൾസ് വെച്ചുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം. അതായത് ബബിൾ ചാമ പായസം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് ആദ്യം ചാമരി എടുക്കുക. ചാമരി എന്തോരം എടുക്കുന്നോ അതിൻ്റെ 4 മടങ്ങ് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. ചാമരി പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് ഒറ്റ വിസിൽ മതിയാവും വേവാനായിട്ട്. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതൊരു ഓട്ടുരുളിയിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഈ ശർക്കര ഉരുക്കിയത് നമുക്ക് എന്തോരം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം വീട്ടിൽ ആർക്കും അധികം മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതാണ് നമ്മുടെ താരം. ഇതാണ് ബോബ, അതായത് ബബിൾ ടീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബോബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോബ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ബോബയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ബോബ നമുക്ക് എന്തോരം ബബിൾസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പായസം എന്തോരം മിക്സ് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ഉരുക്കിയിട്ട് അതിനകത്ത് കശുവണ്ടി കിസ്മിസും വറുത്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കശുവണ്ടിയും കിസ്മിസും കരിഞ്ഞു പോവാതെ ആവശ്യത്തിനുള്ള മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് പായസത്തിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ പണ്ടുള്ളവർ പറയുന്നത് അമ്മാത്ത എത്തുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാനാണ് പറയാം. കാരണം എന്തോരം പായസം ഇളക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബബിൾ ചാമരി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. ചാമരി ആയതുകൊണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കഴിക്കാൻ നേരത്ത് ബബിൾസ് കടിക്കുമ്പോൾ നമുക്കതൊരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഫീലിങ്സും ആയിരിക്കും ഉണ്ടാക്കുക. ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീടുകളിൽ.